ഡയബറ്റീസ് നമ്മുടെ കണ്ണിനെ എങ്ങനെയെല്ലാം ബാധിക്കാം. അതിലേറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് അറിയാവുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ കണ്ണിന് ഡ്രൈനസ് ഉണ്ടാക്കാൻ പറ്റും. ഡയബറ്റീസിന് കാരണം നമ്മുടെ കണ്ണിനുള്ളിൽ ആ വെള്ളത്തിൻ്റെ നനവ് അളവ് കുറയുകയും അതുമൂലം ചൊറിച്ചിലും ഇത്തിരി പ്രശ്നങ്ങളുണ്ടാകാം. രണ്ടാമത് നമ്മുടെ കൺപോളകളെ ബാധിക്കാം. നമ്മുടെ കണ്ണിങ്ങനാണെങ്കിൽ പോള ഈ ഒരളവിലാണ്. ഏതെങ്കിലും ഒരു കണ്ണിന് ഒരു പോള ചിലപ്പം താന്നു വരാം. അങ്ങനെ ഡയബറ്റീസിൽ സംഭവിക്കാറുണ്ട്. കണ്ണിന് പോളയ്ക്ക് വേറൊരു അസുഖം സംഭവിക്കാം. അതായത് കൺകുരു, സ്റ്റൈ എന്ന് പറയുന്ന കൺകുരു വരാം. അത് വളരെ വേദനാപൂർവ്വം അത് വരാം. ഡയബറ്റീസിൽ കാഴ്ചക്കുറവ് വരാം. ഡയബറ്റീസിൽ കാഴ്ചക്കുറവ് വരുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഷുഗറിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ നമ്മുടെ കണ്ണിനുള്ളിലെ ലെൻസ് ആ ഷുഗറെല്ലാം കൂടെ വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കുന്ന ലെൻസ് കുറച്ച് സ്വെല്ലിങ് വരുന്നുണ്ട്. അങ്ങനെ സ്വെല്ലിങ് വരുന്ന ലെൻസിൽ ഷോർട്ട് സൈറ്റ്, അതായത് മയോപ്പിയ വരാം. അപ്പോൾ ഡയബറ്റിക്കാർക്ക് ഷോർട്ട് സൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഡയബറ്റിക്കാർക്ക് ഗ്ലോക്കോമയും വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിൽ പ്രഷർ കൂടിയിട്ട് കണ്ണിൻ്റെ കാഴ്ച ഞരമ്പിന് ക്ഷതം സംഭവിക്കുന്ന ഗ്ലോക്കോമ. ഡയബറ്റിക് റെറ്റിനോപ്പതിയും കാഴ്ചക്കുറവ് ഉണ്ടാക്കാവുന്നതാണ്. ഡയബറ്റീസ് നമ്മുടെ കണ്ണിനെ തിമിരത്താലും ബാധിക്കാം. എന്നാൽ ഡയബറ്റീസ് വരുന്ന ഒരാൾക്ക് 50 വയസ്സോ അതിൽ താഴെയോ തിമിരം വന്ന് തുടങ്ങാവുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ വളരെ നേരത്തെ വേണ്ടതായിട്ട് വരുകയും ചെയ്യുന്നു. ഡയബറ്റീസ് എപ്പോഴൊക്കെയാണ് നമ്മുടെ കണ്ണിനെ ബാധിക്കാവുന്നത്? 5 വർഷം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനെ തീർച്ചയായിട്ടും ഡയബറ്റീസ് ബാധിക്കാവുന്നതാണ്. അത് കൺകുരു, ഡ്രൈനസ് അങ്ങനെയൊക്കെ വരാം. 10 വർഷം മേളിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ ഗ്ലോക്കോമ വരാവുന്നതാണ്. ഡയബറ്റീസിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലി ഫാസ്റ്റിംഗ് 100 ആണല്ലോ. അത് 140യുടെ മേളിൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാം. കൂടുതൽ ആൾക്കാരും ഫാസ്റ്റിംഗ് ഷുഗർ മാത്രമേ നോക്കാറുള്ളൂ. കാരണം അതിൻ്റെ സൗകര്യമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗ്ലൂക്കോമീറ്ററിൽ നോക്കാമല്ലോ. പക്ഷേ കണ്ണിനെ ബാധിക്കുന്ന അതല്ല. പോസ്റ്റ് പ്രാൻഡിൽ, അതായത് ആഹാരം കഴിഞ്ഞിട്ടുള്ള ഷുഗറാണ് കണ്ണിൽ കൂടുതലും ബാധിക്കുന്നത്. അത് സാധാരണ 200 ഉള്ള ആൾക്ക് 200 കാണാറുണ്ട്. നോർമൽ 140 ആണ്. പക്ഷേ 200 നോർമലാണെന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അല്ല. 200ൻ്റെ മേളിലോ 200 ആണെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റിക് റെറ്റിനോപ്പതി അങ്ങനെയൊക്കെ വേഗം വരാം. അങ്ങനെയുള്ളവർക്ക് തിമിരത്തിനുള്ള ചാൻസും കൂടുതലാണ്. ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് എടുക്കുന്ന ഒരു ടെസ്റ്റാണത്. അത് 6.5ന് മേളിലാണെങ്കിൽ ഡയബറ്റിക് കൺട്രോൾ വളരെ മോശമാണ്. 7ന് മേളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചികിത്സയാണോ ചെയ്യുന്നത് അത് ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യേണ്ട സമയം വളരെ കൂടുതലാണ്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കണ്ണിൻ്റെ ഈ അസുഖങ്ങളൊന്നും വരണമെന്ന് നിർബന്ധമില്ല. 10 വർഷമായെങ്കിൽ തന്നെ അതിന് ചെയ്യേണ്ടത് അവർ കൂടുതൽ എക്സസൈസ് ചെയ്യാം, ഡയബറ്റീസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് പരിശോധിക്കുകയും വേണം.